ഇവിടുത്തെ നടത്തിയ പ്രോഗ്രാമുകളും ഓണാഘോഷവും എന്നും ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് ടേസ്റ്റ് ഓഫ് കണ്ണൂരിൻ്റെ ഓണം സെലിബ്രേഷൻ കണ്ണൂർ യോഗശാലയിൽ ജവഹർ ലൈബ്രറി ഹാളിലാണ്. അവിടേക്കാണ് പോകുന്നത്. അവിടെയാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ കുറച്ച് അധികം സമയമായിന്. ഞാൻ നേരത്തെ ഇറങ്ങി, ഞാൻ താമസിപ്പിച്ചത്. അത് പിന്നെ അങ്ങനെയാണെന്നല്ല, പെട്രോൾ പമ്പ് അവിടെ എത്തുമ്പോഴാണ് പെട്രോൾ തീരല്. അത് പതിവാണ്. ഇതേതാ പാർക്ക്? ഇത് പുതിയ പാർക്കല്ലേ? ഇപ്പം അടുത്ത് വന്നതാന്ന് തോന്നുന്നല്ല ഇത്. ഇത് പുല്ലുപ്പിക്കടവ് മുമ്പേ ഉള്ള പാർക്കാണ്. ഇപ്പം കുറച്ച് വിപുലീകരിച്ചു. നല്ല പാർക്കാണ്. അങ്ങനെ ടൗണിലെത്തിയിട്ടുണ്ട്. ടൗണിലെത്തുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറേ സമയം പോയി അല്ലേ? അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ നല്ല വെയിലായിരുന്നു. വെയിൽ കൊണ്ടാകെ വാടി. അത് ടൗണിലെല്ലാം കുറേ സമയം നിന്നില്ലേ, ബ്ലോക്കെല്ലായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്ന്. അവിടെ രജിസ്റ്റർ ചെയ്യണം. അതിന് ശേഷം നമുക്കൊരു ടാഗ് തരും. ആ ടാഗ് കൊടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങിയില്ല. പക്ഷെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. പരിപാടി തുടങ്ങിയതേ ഉള്ളൂ. 10 മണിക്ക് തുടങ്ങുന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടെ ഷീബേച്ചിയും ഇവരെ തിരുവാതിരയുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരൊരുങ്ങി നിൽക്കുന്നതാണ്. ഷെഫീൻ്റെ സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തി. എന്നും നമ്മളിൽ ഒരാളായി വർദ്ധിച്ച നമ്മുടെ പ്രിയങ്കരനായ ഷിറാസ് സാറിനെ ഈ ചടങ്ങിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. CEO മാധവൻ സാറിനെ അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ സാർ നമുക്ക് എന്നും നമ്മുടെ ഗ്രൂപ്പിനായാലും നമുക്ക് ഇവിടെ ഏത് സമയത്തായാലും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു മെസ്സേജിലൂടെ ആയാലും ഫോൺ കോളിലൂടെ ആയാലും നമ്മളെ സഹായിച്ച് നമ്മുടെ ഒന്നിച്ച് എന്നും എല്ലാവരും കൂടി തിരിവിളിക്കാനായിട്ട് നമുക്ക് അതിനുശേഷം അധ്യക്ഷ പ്രസംഗം തുടരാം. സ്വാഗത പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഷിറാസ് സാറ് നിലവിളക്ക് എത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷിറാസ് സാറ് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ മുൻ GM ആണ്. ഇപ്പം തിരുവനന്തപുരം GM. ഈ പരിപാടിക്കായിട്ടാണ് സാറ് വന്നത്. നമ്മുടെ ആ ഗ്രൂപ്പിനോടുള്ള ആത്മാർത്ഥതയെന്ന്. ഷിറാസ് സാറിന് നമ്മളെ ഗ്രൂപ്പിൻ്റെ നട്ടല്. അടിപൊളി പൂക്കളെല്ലാം ഇട്ടിരുന്നു.
എല്ലാ തരത്തിലുള്ള ഫുഡ് സംരംഭകരും ഫുഡ് ആൻഡ് ബീവറേജിലുള്ള ഒരുപാടുപെട്ട എല്ലാവരെയും തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് എങ്ങനെയോ ഒരു സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരിക്കുന്ന ഒരു സ്പാർക്ക് കൊണ്ടാണ് നമ്മുടെ ഒഫീഷ്യൽ സൈഡുള്ള എല്ലാവരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംബന്ധിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, നമ്മൾ ജെനുവിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇത് സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമുക്ക് എത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് അതറിയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ഈ ആക്റ്റീവായിട്ട് വരുന്ന ഏതാനും ഫേസുകളാണ് ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു ആഗ്രഹമുള്ളവരും പലരും പല തിരക്കുകൾ കാരണം വരാതിരിക്കുന്നവരുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമുക്ക് ഇനിയുള്ള കാലത്ത് ഒരു സ്ട്രക്ചറായിട്ടുള്ള ഒരു ഫോർമേഷൻ വേണ്ടതുകൊണ്ട് അതും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. അത് സാർ സംസാരിക്കും. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉദ്ഘാടകനായ ഷിറാസ് സാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കൂട്ടായ്മ ആളെണ്ണം കൊണ്ടോ പ്രവർത്തനങ്ങളുടെ ബാഹുല്യം കൊണ്ടോ ഒന്നുമല്ല, വളരെ ബോണ്ടഡായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് കണ്ണൂരിലും മറ്റു ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്തും ഈ രാജ്യത്തിന് പുറത്തുമൊക്കെ ഇന്ന് അറിവുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ കൂട്ടായ്മയുടെ ഒരു പ്രൊപ്പഗണ്ട പോയിട്ടുള്ളത്. അത്തരത്തിൽ പോകുന്ന നമുക്ക് മലയാളിക്ക് എന്നും ഓണമുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു മാസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ആണെങ്കിൽ കൂടി നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ഓണാഘോഷം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. അല്ല, ഇവിടെ വന്ന് കൊളാബറേറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? ഇവിടെ വന്നിട്ട് റാമറ്റീൽ കൊടുത്ത് ഒരു യൂണിറ്റ് റാമറ്റീൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ ജോയി കറക്റ്റ് ഫുഡ് പ്രോസസിംഗ് കാറ്ററിംഗ് സർവീസ് കൊണ്ടുവന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു NRI മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മൾ എത്ര സ്ഥാപനങ്ങളാണ് അവിടെ സാക്ഷ്യം കൊടുക്കുന്നത് ഇല്ലേ? ഇവിടെ ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പാണ് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട്. അവിടെ അവർ സിഗ്നേച്ചർ ഷോപ്പ് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ അപ്പോഴാണ് കുറെ കാര്യങ്ങളൂടെ പഠിച്ചത്. എങ്ങനെയാണ് ഈ സിഗ്നേച്ചർ ഷോപ്പ്, എങ്ങനെയാണ് ഈ കാര്യം കൊടുക്കുന്നത്, എങ്ങനെയാണ് കൺസൈൻമെന്റ്, എങ്ങനെയല്ലേ, ഒരുപാട് പഠിച്ചു അല്ലേ? ചിലർക്ക് ചിരിയേണ്ടപ്പോൾ മനസ്സിലായി. അന്ന് നമ്മൾ കുറെ പാഠം പഠിച്ചു. അന്ന് ഞാൻ പറഞ്ഞു കൺസൈൻമെന്റ് എന്താണ്, കൺസൈൻ എന്താണ് എന്ന് പഠിക്കണം അല്ലേ? ഷെഫി കണ്ടു തുടങ്ങി അന്ന് എന്നെ പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത ഒരാൾ, എന്നെ കയറി ഹോൾഡ് ചെയ്ത ഒരാൾ ഇദ്ദേഹമാണ്. കാരണം മധുരം ഏറ്റവും നന്നായി കഴിക്കുന്ന ഒരാളാണ്. 56 വയസ്സായി. എനിക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്താലും ഇനി ഫുൾ ആഹാരം ടെസ്റ്റ് ചെയ്താലും 95 കൂടുതൽ ഷുഗർ വരാതെ അല്ലേ? അപ്പോഴുള്ള സന്തോഷവും സൗഹാർദ്ദവും സ്നേഹവും പിന്നെ ഈ പറയുന്ന മനസ്സിലായി. അതുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന ഗുലാബ് ജാമുനായി നമ്മളെ കീഴടക്കി അല്ലേ? എന്റെ വൈഫ് 2 പാക്കറ്റ് അത് കൊള്ളാം. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ബ്രാൻഡ് അംബാസഡർ എന്റെ വൈഫ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഇവിടെ കൊണ്ടുപോയ പിന്നെ നമ്മള് ബ്രൗണി, ഇവിടുന്ന് കൊണ്ടുപോയ ചോക്ലേറ്റ്സ്, ഇവിടുന്ന് കൊണ്ടുപോയ ഞാൻ ഒരു ഫ്ലൈറ്റിൽ അറിയാതെ കൊണ്ട് എനിക്ക് നല്ല എടുക്കാൻ കാറ്റ് ഹസീന കിച്ച്പിസ് എന്ത് തന്നു, നഗറ്റ്സ് തന്നു. നഗറ്റ്സ് ഈ ലോകത്ത് കിട്ടാത്തത് ഒരുപാട് കിട്ടാത്തത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുചെന്ന് ഇത് പൊരിച്ച് കഴിച്ചത്, എയർ ഫ്രയറിലൊക്കെ വെച്ച്. അപ്പൊ ഇപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വരികയാണെങ്കിൽ വലിയ കൊഞ്ചും ഇവിടുന്ന് വലിയ കൊഞ്ചും. ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നതാണ്. 3 ഓണാഘോഷത്തിന് സൈമൾട്ടേനിയസ് ആയിട്ട് നാടുകളിൽ പറഞ്ഞോക്കട്ടെ. ഒന്നാമത് കോടതി അപ്പുറത്തിരിക്കുന്നു. ഓ അനിത ഏത് പരിപാടിയിലും നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ ഇഷ ജസ്റ്റ് ഒന്ന് ബില്ലിനൊക്കെ വിളിച്ചോ, അല്ലെങ്കിൽ ഒരു തടി കേടാക്കിയാൽ. അപ്പൊ ജോളിച്ചേട്ടൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് പറഞ്ഞു ആളെ കൂട്ടാൻ വേണ്ടി സിഗ്നേച്ചർ ഷോപ്പ് കൊണ്ട് പോയതാ അല്ലെ? കൂടെ റഹ്മാൻ പോയി. ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നതൊക്കെ പറയുന്നത് ഇതിനൊക്കെ അറിയാവുന്നവരുടെ കൂടെ പറഞ്ഞു. ഞാൻ പറയുക അത് നമ്മൾ തന്നെ വരാൻ പാടില്ല. സിഗ്നേച്ചർ ഷോപ്പ് ഉണ്ടാക്കാൻ എവിടെയാ പറഞ്ഞത്? ഇവിടെയാ പറഞ്ഞത് അല്ലേ? ഇവര് വെളിയിൽ പോയിട്ട് ജോളിച്ചേട്ടന്റെ ഹണി ഇതുവരെ സ്റ്റാൻഡൈസ് ചെയ്തിട്ടില്ല. ജോളിച്ചേട്ടൻ ട്രിവാൻഡ്രത്ത് പോയാൽ ട്രിവാൻഡ്ര ഹണി, കോഴിക്കോട് പോയാൽ കോഴിക്കോട് ഹണി.
ബുദ്ധിമുട്ടുണ്ടാകും. ഷിറാസ് സാറിൻ്റെ പ്രസംഗത്തിൽ ഞാൻ ലയിച്ചിരിക്കുമ്പോൾ നല്ല ഉണ്ണിയപ്പം കൊണ്ടുവന്നു. ഉണ്ണിയപ്പം ഒന്നെടുത്ത് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് വാങ്ങി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ പറയുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ബാക്കിൽ തന്നെ നല്ല അടിപൊളി കോഫിയും സൂപ്പറായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ചു. എൻ്റെ 56ാം ബർത്ത്ഡേ ഈ 2025 ഏപ്രിൽ 56 വയസ്സ് കഴിഞ്ഞാൽ 57ാമത്തെ ബർത്ത്ഡേ അല്ലേ ഈ പറയുന്ന ഏപ്രിൽ 1. അന്ന് ഞാൻ കൃത്യമായ ഒരു സംരംഭകനാണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ടേസ്റ്റ്. എൻ്റെ ഈ ഒരു ഉദ്ഘാടന പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്നും ഗുണമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ടിഒക്കെയുടെ പേരിൽ ഒരുപാട് നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സാർ. അടുത്തതായി ഓണപ്പാട്ടുമായി നമ്മുടെ പ്രിയപ്പെട്ട നമിത. ഓണനാളിലെത്ര കൂട്ടരും തിരുവോണരാവിലെത്ര കൂട്ടരും ചന്ദനത്തിൽ പറയണത്ത് മുകിലുകളാണ് ശ്രുതികൾ കളവാണികൾ. അങ്ങനെ നമിതേൻ്റെ നല്ല അടിപൊളി ഓണപ്പാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കമ്മീഷണറായ മുസ്തഫ സാറിൻ്റെ പ്രസംഗം. സാറ് നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്, പാമ്പത്തിലാണ് സാറിൻ്റെ വീട്. ഷിറാസ് സാറും തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് വന്നത് മാനസികമായ അടുപ്പം കൊണ്ടാണ്. ഞാനും വന്നത് അതുകൊണ്ട് തന്നെ. എൻ്റെ ഓഫീസിൽ തിരക്കോട് തിരക്കാം. ജോയി എൻ്റെ 15 തവണ വിളിച്ചിട്ടുണ്ട്. ജോയിയെ ഈ മീറ്റിങ്ങിൽ ജോയി ഉണ്ടെന്ന് ഞാൻ മനസ്സിലില്ല. ജോയിയുടെ ഫോൺ ഞാൻ കട്ട് ചെയ്യാണ് ചെയ്തത്. പിന്നീട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വിളിക്കും. ഫൈസലിൻ്റെ കോൾ വന്നപ്പോഴാണ് ഫൈസലിനോട് വരാൻ പറഞ്ഞത്. ഫൈസലിനെ ഞാൻ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്നാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫൈസലിനെ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിൽ കാര്യമൊക്കെ വന്നിട്ട് വിളിക്കുന്നതാണ്. നിങ്ങളോടുള്ള മാനസികമായ ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഇന്നലകൾ, നാളെകളെല്ലാം ഷിറാസ് സാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു പ്ലസ് പോയിന്റ്, ഷിറാസ് സാർ അടുത്ത വർഷം റിട്ടയർ ചെയ്യുമ്പോൾ ആരോടൊപ്പമാണ്? തിരുവനന്തപുരക്കാരനാണ് പറയുന്നത്. സാർ തിരുവനന്തപുരക്കാരനല്ല, നടന്ന് നിങ്ങളാക്കിയ ഒരാളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കുറേ തിരക്ക് പിടിച്ചുകൊണ്ട് എല്ലാ നെഗറ്റീവ് ഫുഡ് മേഖലയുമായിട്ട് എന്തൊക്കെ നെഗറ്റീവ് നിങ്ങൾ 600 ആൾക്ക് കിട്ടിയോ ആരും എവിടെ ഇടണ്ട. പൂർത്തിയാക്ക്. ടേസ്റ്റോ കണ്ണൂരിലിടണ്ട. എനിക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നവർക്ക് പേഴ്സണൽ ലൈബ്രറി തിരിച്ചു വിളിക്കും. ഞാൻ പഠിച്ചത് തിരിച്ചു വിളിക്കും. ആ ഒരു ഗ്രൂപ്പും പിന്നെ വേറൊരാൾ അതിലേത് വേറെ നട്ടു, തേന ശർക്കര എന്തോ നട്ടു. പിന്നെ ഓരോ ഇതേപോലെ 2 ആഴ്ച പോലെയാണ് എൻ്റെ തിരുവനന്തപുരത്ത് ഏതോ ചിപ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ കറുത്ത ഓയിലാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിട്ടവരോട് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചു. എന്തായിരുന്നാലും ബയോഡിഗ്രേഡബിൾ ഗ്ലാസ് ഉപയോഗിക്കാമെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ സാറിന് മാറ്റി തന്നു. വളരെയധികം സന്തോഷം. ഇനിയെങ്കിലും ടേസ്റ്റ് ഓഫ് കണ്ണൂരിൻ്റെ ഭക്ഷ്യോൽപാദന മേഖലയിലെ സംരംഭകരായ നമ്മൾ ഓരോരുത്തരും ഇനിയും ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി ഇതിനകത്ത് മനസ്സിലാക്കി തന്നതിന് സാറിന് ഒരുപാട് നന്ദി. അടുത്തതായി നമ്മളോട് ആശംസ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുസാഖയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. 1 മണിക്ക് എങ്കിലും നമുക്ക് സദ്യ തുടങ്ങണം എന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. 12:30 മണിന്റെ 1 മണിന്റെ ഇടയിൽ നമുക്ക് സദ്യ തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. അതിപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്. ഓൾറെഡി 12:59 അപ്പൊ രവിയേട്ടൻ എന്തെങ്കിലും 2 വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്തരം പ്രോഗ്രാമുകളിലൂടെ ഇനിയും കാണാം. കണ്ണൂരിന്റെ ചെയ്തു തരുന്നതിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അടുത്തതായിട്ട് കുറഞ്ഞ വാക്കുകളിൽ, അതിന് ശേഷം ഒരു തിരുവാതിരയും കൂടി ഈ സ്റ്റേജിൽ നടന്നിട്ട് പോകണം നമുക്ക് സദ്യയിലേക്ക് പോകാൻ. അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു ഓണ സന്ദേശം നൽകുന്നതിന് വേണ്ടി രവിയേട്ടൻ ഞാൻ നിർത്തുന്നു. ജയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഒന്നും തിരിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ യാതൊരുവിധ ഫോർമാലിറ്റികളും പറയുന്നില്ല. വേദിയിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരുടെ ഓരോരുത്തരും കയറൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. വൈകിയ വേളയിലാണ്. എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. എന്തായാലും ഈ ടേസ്റ്റ് ഓഫ് കണ്ണൂരിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും
പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. ഓണാശംസകൾ. ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കൂട്ടായ്മ വന്നിട്ടുണ്ടാവുക എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തകളുണ്ട്. വെറും വരവ് മാത്രമല്ല, ലീവ് എടുത്ത് വരുന്നു, സ്വന്തം കയ്യിൽ നിന്ന് വണ്ടിക്കൂലി ചെലവഴിക്കുന്നു, വരുന്നു എന്നൊന്നും മാത്രമല്ല, ഇവിടെ കഴിക്കാനുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്തിന്റെ വിഭവങ്ങളായിട്ടുള്ള ബോളി ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. എന്തെങ്കിലും പേരുണ്ടാ? അദ്ദേഹം ഈ നാട്ടിലല്ല സ്ഥിരമായി ജീവിക്കുന്നത്. ആ നിലയ്ക്ക് ഒരു സ്ഥിരമായ അംഗീകാരം എടുത്തൊരു ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റോ ഒരു മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷനോ കോർപ്പറേറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പദവിയുടെ ഒരു അംഗീകാരം കിട്ടാൻ വലിയ സാധ്യതയുണ്ട്. അതിനുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യേട്ടന് ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി നമ്മുടെ ജിഷയെ ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ മുസാക്കയാണ്. മുസാക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി റഹ്മത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വേണ്ടി നന്ദി പറയാൻ പോവാണ്. എൻ്റെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും അതിലൊരു നോട്ടീസ് താഴെ നന്ദി സാധുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാണ് അന്ന് ആ സമയത്ത്. എന്നാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എന്നെ വിളിക്കൂല. അതുവരെ ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കും, ബാക്കി എല്ലാവരും ഫുൾ ആഘോഷിക്കും. അപ്പൊ ഞാൻ അതിന് അന്വേഷിച്ച വഴി എന്താണെന്ന് വെച്ചാൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഉണ്ടാകും. ഈ സമയത്ത് എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ കസേര മാത്രമേ ഇല്ല, കസേര നോക്കിയിട്ട് നന്ദി പറഞ്ഞാൽ മതി. അതിന് പറയാൻ കാരണം ഇപ്പൊ വീണ്ടും തേച്ചിട്ട് പോയി നന്ദി കൊണ്ട് വന്നപ്പോൾ ഓർത്താണ് എന്തായാലും പ്രോഗ്രാം എത്തിച്ചു തരണം. തിരുവാതിരയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരൊരു ഓണാഘോഷത്തിന് മാറ്റി പകരുന്നതിന് വേണ്ടി കൂടി പ്രാക്ടീസ് ചെയ്തു. ശ്രദ്ധിക്കുക, ആവശ്യമുള്ള ഫുഡ് മാത്രം മേടിക്കുക. ആവശ്യത്തിനായ സാധനം കഴിക്കാനുണ്ട്, കഴിക്കാൻ പറ്റുന്നതിന് പരമാവധി നമുക്ക് കഴിക്കാം. പക്ഷെ അത് വേസ്റ്റ് ആക്കരുത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൃത്യം 2:30 തിരിച്ചിവിടെ നമ്മൾ റീയൂണിയൻ ചെയ്യുകയാണ്. അങ്ങനെ നല്ല അടിപൊളി തിരുവാതിരയും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അന്നേരം പിന്നെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ട് സംസാരിക്കും. നമ്മൾ സാബറായത്
അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കണ്ട് സംസാരിക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെയെല്ലാം ആ ടൈമിൽ അങ്ങനെ റാമത്തിനെയും ഫാമിലിയും കണ്ട് അങ്ങനെ അവരൊപ്പം നിന്നിട്ടൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ കുറേ ആൾക്കാരുടെ എടുത്തിട്ടുണ്ട്. നമ്മൾ പൂക്കളം ഇടുന്നതിന് മുമ്പേ എത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അത് ആ പൂക്കൾ ഇടുന്ന സമയത്ത് തന്നെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അല്ലേ? പക്ഷെ അടുത്ത പ്രാവശ്യം ചെയ്യാമല്ലേ. അങ്ങനെ നമ്മൾ ഷിറാസ് സാറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഷിറാസ് സാറിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും വരും. അത് ശരിയാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയി. നല്ല അടിപൊളി സദ്യയായിരുന്നു. അതിൻ്റെ പിന്നെ ഈ സദ്യക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന ബോളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ മിക്ക ആൾക്കാരും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ബോളിയും പായസവും. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ചിരിച്ചപ്പോഴാണ് മാവേലി മനസ്സിലായി. അപ്പോൾ മലയാളിക്ക് എന്നും ഓണം ഉണ്ടായി ദേശപ്പെട്ടവര് പിന്നെ ഒരു മാതൃകയാവണം. ദേശീയം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ബിരിയാണി ഉണ്ടാക്കാൻ വൈഫ് തയ്യാറാണെങ്കിൽ ഒരു ഫുൾ ചിക്കനിൽ ഇത് 1 ടീസ്പൂൺ എന്നിട്ട് 1 കിലോ കൈമ റൈസ് വയനാട് കൈമ ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ പയ്യൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പറയാം. മനസ്സിലായി. അപ്പോൾ ഒരു ഫുൾ കോഴിക്ക് 1 സ്പൂൺ വെച്ച് ഞാൻ അവിടെ വൈഫ് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ഞാൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അവിടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരുപാട് ദൂരങ്ങളിലേക്ക് നമുക്ക് എത്താം. ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഫുഡ് സെക്ടർ മാത്രമായിട്ട് അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമായിട്ട് ഇതുവരെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് പലരുടെ കുറേ കാര്യങ്ങൾ പലരും അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയാസ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് നമുക്കത് എത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. തീർത്തും നമ്മുടേതായ ഒരു ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള സംരംഭകരുടെ ഓരോ പ്രോഡക്റ്റാണ്. ഇത് ഡിസ്പ്ലേക്ക് വെച്ചതാണ്. മസാലപ്പൊടികൾ, അച്ചാർ, ചമ്മന്തിപ്പൊടി, ചോക്ലേറ്റ്, മഷ്റൂം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു.
അതിൽ ഇത് ഷെഫീൻ്റെ ചോക്ലേറ്റ് ആണ്. ഷെഫീൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്, നല്ല ഫിനിഷിങ്ങാണ്. ആ പാക്കിംഗ് എല്ലാം നല്ല അടിപൊളിയാണ്. അത് നമ്മൾ വാങ്ങിയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട്. ഷെഫി ഫുഡ് അല്ലേ? ഷെഫി ഫുഡ്. നമ്മളെ ഗുലാം ജാമെല്ലാം ഉണ്ട്, അതും നല്ല ടേസ്റ്റാണ്. നമ്മളും വാങ്ങിയിരുന്നു അത്. ഗുലാം ജാം മുമ്പ് നമ്മൾ ഓർഡർ എടുത്തതല്ലേ? ആ കൊടുത്ത പാർട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. ഇത് മഷ്റൂമാണ്, മഷ്റൂമിൻ്റെ ഇവരെ മഷ്റൂമാണിത്. കുറേ ആൾക്കാരെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇത് റുബീസ് ബീഫ് മസാലയാണ്, നല്ല മസാലപ്പൊടികളാണ്. പിന്നെ ഇതിൻ്റെ തന്നെ പ്രൊഡക്റ്റ് എന്തെല്ലാം ഉള്ളത്, ബീഫ് മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ മസാല, പിന്നെ അച്ചാറുകളുണ്ട്, വെറൈറ്റി ഇതെല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിച്ചതാണ്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഹണിയും ഉണ്ടായിരുന്നു ഇവിടെ, നല്ല ശുദ്ധമായ ഹണി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇതെല്ലാവരും കാത്തിരുന്ന കമ്പവലി മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിൽ ഒരു ടീം ലിബിനും പിന്നെ വേറെ ആരാണ് മാവേലി, അങ്ങനെ മറ്റേ ടീമിൽ വഹാബ്ക്ക, ജോസ് പ്രകാശ്, സാബിർ, അങ്ങനെ. അപ്പോൾ റഫറി ആയിട്ട് ഷിറാസ് സാറാണ്. അപ്പോൾ ആരാ ജയിക്കാൻ നോക്കാൻ പറ്റും. ലാസ്റ്റ് വടംവലിക്ക് സമ്മാനം കക്കിരി. കക്കിരി സമ്മാനം അല്ല, തോറ്റർക്കും ഉണ്ടോ സമ്മാനം? അങ്ങനെ പരിപാടിയെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഞാൻ അടുത്തത് ഷിറാസ് സാർ നമ്മളെ പരിപാടിയെ പറ്റി 2 വാക്ക് പറയുന്നതാണ്. നമസ്കാരം. ദേശം കണ്ണൂരിൻ്റെ ഇത്തവണത്തെ ഒരുമിച്ചൊരു ഓണം പ്രോഗ്രാം നന്നായിരുന്നു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ 600ഓളം മെമ്പർമാരിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ദേശം കണ്ണൂർ നല്ലൊരു രജിസ്റ്റേർഡ് എൻറ്റിറ്റിയായി മുന്നോട്ട് പോകുന്നതിന് ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം വളരെ
അഭിനന്ദനം അറിയിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രോഗ്രാമുകളും ഓണാഘോഷവും എന്നും സംരംഭകർക്ക് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിനുള്ള ഒരു മാതൃകയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും ദേശക്കണ്ണൂരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെയും എല്ലാവിധ സപ്പോർട്ടുകളും ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു. എല്ലാ ഭാഗങ്ങളും നന്ദി. താങ്ക്സ്.